ന്യൂമോണിയ ബാധയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് വത്തിക്കാൻ. ശ്വാസകോശ അണുബാധ കുറഞ്ഞെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പോപ്പിനെ സന്ദർശിച്ചു. 88-കാരനായ പോപ്പിനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബ്രോങ്കൈറ്റിസ് ലക്ഷണങ്ങളോടെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിക്കുന്ന അവസ്ഥയായ ബൈലാറ്ററൽ ന്യൂമോണിയ CT സ്കാനിലാണ് കണ്ടെത്തിയത്. ആന്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള ചികിത്സയെ തുടർന്ന് നടത്തിയ രക്തപരിശോധനയിൽ മാർപ്പാപ്പയുടെ അണുബാധയിൽ നേരിയ കുറവുണ്ടെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി 20 മിനിറ്റോളം മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. മാർപ്പാപ്പ ജാഗരൂകനും പ്രതികരിക്കുന്നുണ്ടെന്നും പതിവ് പോലെ തമാശകൾ പറയുന്നുണ്ടെന്നും മെലോണിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു. മാർപ്പാപ്പയ്ക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ലെന്നും വെന്റിലേറ്റർ സഹായം ആവശ്യമില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മിക്കവാറും വൈകുന്നേരങ്ങളിൽ 7 മണിയോടടുത്ത് ഗസയിലെ ഹോളി ഫാമിലി പള്ളിയിലേക്ക് മാർപ്പാപ്പ ഫോൺ ചെയ്യുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി. അതിനിടെ നിലവിലെ രോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയ്ക്കായുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോപ്പിനോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. 21-ാം വയസ്സിൽ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തതിനാൽ ഇപ്പോഴത്തെ രോഗാവസ്ഥ അതീവ സങ്കീർണമാണെന്നാണ് ഡോക്ടേഴ്സ് വിലയിരുത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.